ഹലോ ഗൈസ്, ദിസ് ഇസ് അവർ ഡേ 1 ഇൻ ഗുജറാത്ത്. നമ്മളിവിടുന്ന് രാവിലെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളൊരു ഊബർ വിളിച്ചു ഇവിടെ ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഫ്ലാറ്റ് ഞാൻ കാണിച്ചത് ഈ കാണുന്നതാണ് ഫ്ലാറ്റ്. നമ്മളിവിടെ ചേട്ടനുണ്ട്. എവിടെ നിന്ന് എന്തൊക്കെയാണ് ഇങ്ങനെ ഊബർ ചേട്ടനെ ടാറ്റ പറഞ്ഞു വിടുകയാണ്. നമ്മളെ വന്ന് ചേച്ചി പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇതിൻ്റെ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ചേച്ചിയുടെ പുറകിന് പോകാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. അതാ അതോ ആരും നമുക്ക് ടാറ്റ തരുന്നുണ്ട്. ആരാ അത്? നമ്മുടെ ആൻറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ടാറ്റ തരുന്നത്. ഹായ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടുത്തെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലാണ് നമ്മളിപ്പോൾ നിൽക്കണം. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ ചേച്ചി, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മൂത്ത മോളുടെ കല്യാണമാണ് നമ്മുടെ ഇവിടെ അത്യാവശ്യം നടക്കാൻ പോകുന്നത്. അത് 31-ന്, അതായത് നാളെയാണ് നമുക്ക് കല്യാണം നടക്കണേ. ഇന്നിപ്പോൾ 30-ാം തീയതിയാണ്, ഇവിടെ നമ്മുടെ ഒക്ടോബർ 30. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഗുജറാത്തിലേക്ക് വന്നേക്കണത് ആക്ച്വലി. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുമ്പോൾ ഇവിടെ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇവരെ സ്വന്തമാണ്, അതായത് ചേച്ചിയുടെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളിപ്പം ഇവിടെ സ്റ്റേ ആണ്. ഇപ്പം നമ്മൾ ശരിക്കും ഹോട്ടലാണ് സ്റ്റേ, പക്ഷേ നമ്മളിപ്പം ചേച്ചിയെ കാണാനായിട്ടൊക്കെ നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ അച്ഛനമ്മ ഇപ്പോൾ വരുന്നത് ഇങ്ങോട്ട് പറഞ്ഞു. അവർ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ, എന്നിട്ട് അവർ ഇങ്ങോട്ട് വരാമെന്നാണ് പറയുന്നത്. ഞാൻ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഇവിടുന്ന് ഇവിടോട്ട് നോക്കുമ്പോൾ വ്യൂ ഉണ്ടല്ലേ, ഇത് മൊത്തം ഫ്ലാറ്റ് ആട്ടോ. ഇത് മൊത്തം ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്ക് വൈസ് തിരിച്ചേക്കായി. അതുകൊണ്ട് അവിടെ കാണുമ്പോൾ F കാണാം, ഇവിടെ അങ്ങനെ ഇവിടെ നല്ല കിഡിലെ ഒരു ഗാർഡനും കാര്യങ്ങളുണ്ട്. ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇവിടെ പോകുന്ന നല്ല രസമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് പോലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ നൈസായിരുന്നു. അത് നമുക്ക് പോകണമെന്നുണ്ട്. അവിടെ പക്ഷേ വെയിലാണ്. രണ്ടുപേരും നടന്നു വരുന്നുണ്ട്. കാണിച്ചില്ലേ ഗൈസ്, നോക്കൂ. ഓക്കെ, വരുന്നുണ്ട്. പക്ഷേ കണ്ണാടിയൊക്കെ പിടിച്ച് രണ്ടുപേരും നടന്നു വരികയാണ്. ഇവർ ശരിക്കും ഇത് എവിടെ പോകുന്നു? അതുകൊണ്ട് ഞാൻ ചൂണ്ടി കാണിക്കുന്നുണ്ട്. വേദത്തൊന്ന് മാറാണെന്നായിരുന്നെങ്കിൽ കാനടിക്കത്തില്ലായിരുന്നു. ഓക്കെ, പോട്ടെ. ഹായ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ. ഇവിടുന്ന് ഞാൻ വേറെ എന്താ കാണിക്കാൻ? ഇവിടെ മൊത്തം കാർ പാർക്കിംഗ് ഒക്കെയാണ് ഞാൻ കാണിച്ചത്. ഇവിടെ കാർ പാർക്കിംഗ്, അവിടെ കാർ പാർക്കിംഗ്, ഇവിടെ കാർ പാർക്കിംഗ്, അങ്ങനെ മൊത്തം കാർ പാർക്കിംഗ് കാര്യങ്ങൾ. നല്ലൊരു ഗാർഡൻ, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇവിടെ പോയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാനാണെങ്കിലും. പിന്നെ വെള്ളമൊക്കെ നോക്കിയാൽ ഓക്കിയിട്ടില്ല പ്രാവൊക്കെ പറഞ്ഞു എന്നാണ്. സോ ഹെമഗായ്, നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ തന്നെ നമ്മുടെ ചേച്ചിയുടെ ഫ്ലാറ്റിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നല്ല ഉറക്കമായിരുന്നു. 2 ദിവസമായിട്ട് ഒട്ടും ഉറക്കമില്ലായിരുന്നു. ഇന്നലെ എയർപോർട്ടിലും കൂടെ പോയി പ്ലെയിനിൽ എൻ്റെ പൊന്നളിയാ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിക്കുന്ന പോലും അറിയാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും മാത്രമായിരിക്കും ലൈഫ്. നല്ല കുറേ കാണുന്ന ഇവിടെ ചെറുതായിട്ടുള്ളൊരു ഗാർഡനാണ്. നമ്മുടെ ചേട്ടൻ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് മണവാട്ടി പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി തിരികെയാണ് ഗൈസ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അതിനുവേണ്ടിയുള്ള ചെറിയൊരു ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിവിടെ കുറച്ചുകൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഞാൻ അപ്പോൾ ജസ്റ്റ് ഇന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ കഴിച്ച ആ ഫുഡല്ലാതെ ഞാൻ പിന്നീട് ഉച്ചയ്ക്ക് ചെറിയൊരു മീലായിരുന്നു. അതുകൊണ്ട് തന്നെ വലുതായിട്ട് കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അത് ഇൻക്ലൂഡ് ആക്കാഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഇത് ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ജസ്റ്റ് വെള്ളയുടെ 4 ആയിട്ടുള്ള കേട്ടോ സമയം കണ്ട് നമുക്കിപ്പോൾ ഒരു 6 മണി ഒരു ഫീൽ കണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ മഴക്കോളാണ്. പക്ഷേ നല്ല ഫ്രെയിം ആട്ടെ. ഇവിടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ നല്ല രസമായിട്ടാണ് തോന്നുന്നത്. നല്ല മഴക്കോളുണ്ട്. പക്ഷേ ഇത് പെയ്യാൻ നല്ല ചാൻസ് കുറവാണ്. കാരണം നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ ഇലകളൊക്കെ അനങ്ങുന്നതും കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാവും. നല്ല രീതിയിൽ കാറ്റും മഴയുടെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പക്ഷേ പെയ്യത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. കാറ്റടിച്ച് മേഘമെല്ലാം പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നൈറ്റ് ലൈഫ് ഇൻ ഗുജറാത്ത് നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കാൻ ഞാൻ കാണിച്ചു തരാവേ. എല്ലാവരോടും ഇവിടെ ഇരുന്ന് ഭയങ്കര ഡാൻസ് പ്രാക്ടീസ്. ഇതാണ് നമ്മുടെ ഷിക ചേച്ചി, അതായത് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയാണ് നിൽക്കുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും ചേച്ചിയുടെ ഫ്രണ്ട്സാണ്. ഷിക ചേച്ചി അല്ല, നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ഫ്രണ്ട്സാണ്. അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2-3 പേരോട് എന്തോ ഉണ്ട്. അവർക്ക് ഓഫീസിലെ വർക്കും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് നമ്മളിങ്ങനെ സിമ്പിൾ സ്റ്റെപ്സ് കാര്യങ്ങളെല്ലാം നോക്കുക. വലിയ ഡാൻസേഴ്സൊന്നും അല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പരിപാടി. അതന്നെ സംഭവം. എന്നാലും നമുക്ക് പ്രാക്ടീസ് വേണം. അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ടും പോയൊക്കെ ഡാൻസ് കളിക്കും. അതിൻ്റെ അവസാനം അലമ്പായി എല്ലാവരും ചിരിച്ച് കേസ്. ഇവിടെ നമ്മളൊരു ജിം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് തുറന്നിട്ടില്ല. ബസ്സിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ കണ്ടാ എന്ത് പറയേണ്ടത് എനിക്കറിയത്തില്ല. കാണിച്ചു തരാം. കാണുന്ന നമ്മുടെ ജിമ്മിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു പാർക്ക് ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുണ്ട്. സ്ലൈഡും കാര്യങ്ങളുണ്ട്. ഒരു 4-5 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാനിതൊക്കെ ട്രൈ ചെയ്തേനെ. ബട്ട് ഇപ്പോൾ കയറിയാൽ നാട്ടുകാർ ഓടിക്കും. ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഹായ് ഗൈസ്, എന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ജിമ്മിൻ്റെ എൻട്രൻസ് വരുന്നത്. പക്ഷേ തുറന്നിട്ടില്ല. നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട സാധനങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ ഈ ഫ്ലാറ്റ് ഏകദേശം 2-3 മാസമേ ആയിട്ടുള്ളൂ. ഇത് ഫുള്ളി ഓപ്പൺ ആയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇതെല്ലാം അവൈലബിലിറ്റി ഇത് വരുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ താമസക്കാരും വളരെ കുറവാണ്. കാറിൻ്റെയും സ്കൂട്ടറിൻ്റെ ഒക്കെ എണ്ണത്തിന് ഒരു കുറവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ശബ്ദങ്ങളൊക്കെ കേൾക്കായിരിക്കും. കാരണം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് 2-3 ബിൽഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഫുള്ള് പണി കഴിഞ്ഞിട്ടുള്ളൂ.
അതിലൊരെണ്ണത്തിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യണത്. അത് നമ്മുടെ ചേച്ചി തന്നെ ഫ്ലാറ്റാണ്, അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റേ ചെയ്യണത്. സ്റ്റേ ചെയ്യാൻ മീൻസ് നമ്മളിപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണു, അത്രേ ഉള്ളൂ. നമുക്ക് ഗൈസ് നല്ല ശാന്ത അന്തരീക്ഷമുള്ള ഒരു കിടിലൻ ഫ്ലാറ്റ്. പുറകിലുള്ള ബിൽഡിംഗ് പണിയുന്നതിൻ്റെ ശബ്ദം ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ നൈസാണ്. ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയത്. ഏകദേശം 1.5 മണിക്കൂറോളം കിടന്നുറങ്ങാൻ പറ്റി. അപ്പോഴത്തേക്കും ചേച്ചി വന്ന് 30 ബാഡ് ഡാൻസ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഉറക്കവും പോയി. ഒരു സർക്കാർ വണ്ടി കിടക്കുന്നുണ്ട്, പാരിസ് സർക്കാർ താർ റോക്സ്. ഗൈസ് ഹിയർ വി ഗോട്ട് a 16 Pro Max and this is the owner. Let's ask him about the battery. How is it? Yeah, it's pretty good as long as you don't use the phone. Okay, that is the genuine review of the 16 Pro Max released 1 year ago. നോക്കൂ, നമ്മുടെ കല്യാണ പെണ്ണതേ മെഹന്തിയൊക്കെ ഇട്ടിട്ട്, അയ്യോ ഇതല്ലട്ടാ, ഇങ്ങോട്ട് നടക്കേ ചേച്ചി. അതെ, മെഹന്തിയൊക്കെ ഇട്ടിട്ട് നടന്നു വരുന്ന കണ്ട. ഓ നമ്മളിതുവരെ കണ്ടിട്ടില്ല. കണ്ട് യെസ് കിട്ടി. ये किसी और ने की, ये किसी और ने की, ये वाला अच्छा है. ब्राइडल मेकअप ऑन हैंड. Where's the name of the groom? What? Look for it. We don't have that. Look for it. नहीं किया, मैंने सोचा था. Where's Jibin's name? Still looking for the groom. Jibin, as we find him. Missing groom, missing. She doesn't love her husband or what? Fake lover. Dosa. In Gujarati they say dosa. And in dosha. Masala dosha. Masala dosha. Like you have Mangal dosha. Not that dosa. Masala dosha. You say pani puri pretty easily. And Yeah. you have to say masala dosha easily. Masala dosha. മസാല ദോശ. ഓക്കെ, Alp sarp dosha. അത് പറഞ്ഞാലും കാര്യമുണ്ട്. Mastishkam Means the brain. It's a brain. Yeah. Very difficult words we are giving you. We are gonna give him some tongue twisters. Okay. Okay. Like Chandu ke chacha ne Chandu ke वो वाला. Okay. In Malayalam. Malayalam. Ana alaraload alaral. Ana alaraloda Alaral. alaral. Ana alaraloda Alaral. alaral. Ana alaraload alaral. Ana alaraloda. അറളല്ല, അലറൽ. Ana alaraloda. അലറലോട് അലറൽ. Ana alaraload alaral. Ana anaral. അനറൽ, നോട്ട് or Ana alana road. നോട്ട് അലൻ. Alaraload അലറൽ. അലറലോട് അലറൽ. Ana ആ ariala അറിയല്ല. ariala അത് വേറെ ആള്. അലറലോട് അലറൽ. ആ എക്സാക്ട്ലി. aliaral. Ana Aliala. You got 10 marks. You 5. Fail. ആന അലറലോടല്ല. Let's ask her. Ana alaraload alaral. ആഹാ. I'm not a Malayali, half Hindi. ഓക്കെ. Gujarati, yeah, Gujarati. But he said that better than both the parents are Malayali. He's Gujarati. half तू नहीं बोल सकती आप कैसे? ആന അലറലോട് അലറൽ. Say. Ana alarol. Okay, sit. What? 33% Malayali. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തി. Patana putri, chatana putri. പത്തനാപുരത്ത് Patana putra. പുത്ര നഹി, പത്തനാപുരം. It's a place there. പച്ച തത്ത ചത്തു കുത്തിയിരിക്കുന്നു. Chat putri. കുത്തിയിരിക്കുന്നു. Are you actually Gujarati or Malayali? I am an alien. പത്തനാപുരത്ത് പച്ച Hey. Okay. പടിപുളിയെ കയറി പുളി വടിയെ കയറി. Yeah, say. Panipuri. പാനിപൂരി അല്ല. വടി പുളിയെ കയറി പുളി വടിയെ കയറി. സിമ്പിൾ. First speak slowly. Vadi. വടി പുളിയെ കയറി Pudiye. വടിയെ കയറി. പുളി, not പുടി, പുളി. വടി പുളിയെ കയറി. ആ. പുളി വടിയെ കയറി. പുളി വടിയെ കയറി. No. What does that even mean, man? വടി പുളിയെ കയറി. Yes, I know actually mean. It's just a tongue system. But Patanapuram is a place and 10 പച്ച തത്ത means 10 parrots ചത്തു കുത്തിയിരിക്കുന്നു. They are all dead and
Done and dusted. Looking at dead parrots and making tongue twisters. Some genius souls. Some unemployed genius. That's actually a Yeah. trait in India. Educated unemployment. That's Some what he's unemployed bird watcher came up with this tongue twister. कोई काम ही नहीं. Guys, now we are going to ഇങ്ങെത്തിയ. Okay, നടക്കാം. ഹെയർ കട്ടിംഗ് നോട്ട് ഹെഡ് കട്ടിംഗ്. മലയാളത്തിൽ പറഞ്ഞാൽ മുടി വെട്ടാൻ പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മുടി വെട്ടുകട. അയ്യോ, ലേഡീസ് ഫസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയി. ഇതോ നമ്മുടെ അപ്പൻ അവിടെ ഇരുന്ന് ഡൈ ചെയ്യുന്നുണ്ട് കേട്ടാ. വേണ്ട, മാമൻ എന്തോ ചെയ്യുന്നുണ്ട് നൈസായിട്ട്. വേണ്ട, മൈ ഗോഡ്, പ്രിപ്പറേഷൻ ഫോർ മാരേജ്. നോ, ചേച്ചി എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ചേട്ടൻ എന്താ അവിടെ പോയി ഇരിപ്പുണ്ട്. ആഹാ, ഹെയർ കട്ടിംഗ് ആണ് നടക്കുന്നത്. മൈ ഗോഡ്, ഇപ്പോൾ ഷാറുഖ് ഖാൻ ആവും. കാണാ സ്വന്തം പോകുന്ന ആറ്റിറ്റ്യൂഡ് ഇട്ടുന്ന ഒരാളെ കണ്ട് മുഖത്ത് മൈദ വരച്ചേക്കുന്നുണ്ട്, തേക്കുന്നുണ്ട്. ആഹാ, വെളുപ്പിച്ച് കേട്ടോ. ഇങ്ങനെയാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്. മൈമിന് അഭിനയിക്കാൻ പോകുന്ന മൈമിന് കയറുന്നവരാണ് മുഖത്തെല്ലാം കൂടെ വാരി തേക്കുന്നത്. എനിക്ക് വേറൊരാളൊരു ഇരിപ്പുണ്ട്, തല പുള്ളിയൊക്കെ ഇട്ടുണ്ട്. ഡൈയാണ്, മൊത്തം ഡൈയാ. പക്ഷെ മുടിയില്ല ഇപ്പൊ, അതാണ് ഒരു വേറെ പ്രശ്നം. നമുക്ക് മുഖത്ത് വൈറ്റ് വാഷ് ചെയ്യുന്നു. ശാന്ത നിദ്രയിലാണ്. This is what happens when you have a system like this. This is what happens when you have a younger brother. Not a sister. Damn. വേറെവിടാ? ഇവിടെ പോയി കുട്ടാ. എന്നെ പിങ്കി മോളാക്കി. പിങ്കി കുട്ടാ. Bad. ഒരു കുട്ടി വന്നു, ഒരു കുട്ടാ. വേണ്ട. പിങ്കി മോൾ with bangs. So guys, here we have this Canada guy. So, എങ്ങനെയുണ്ട് കാനഡ? ഞാൻ വന്നാലും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ബിസിനസ് പരമായിട്ടും അങ്ങനെയൊക്കെ. ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു പിടിയില്ല, അത് വിടാത്തോണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. കേട്ടില്ലേ? ഹായ്, എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. വിരാട് കോഹ്ലി 144 പി. അങ്ങനെ ഞാനും വെളുത്ത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മളത് മധുരം വെപ്പ്, നമ്മൾ ചെറിയ രീതിയിൽ മിനിമലായിട്ട് നമ്മളൊരു മധുരം വെപ്പ് സെറ്റപ്പ് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം നേരത്തെ വീട്ടിൽ പോയി, അതുകൊണ്ട് തന്നെ ഞാൻ വലിഞ്ഞ് കറിച്ചെല്ലാം പോവുകയാണ്. ഫ്ലാറ്റിലേക്ക് നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കേട്ടോ. നോക്ക് ഗൈസ്, എന്ത് രീതിയിൽ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊന്നും. ഈ ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ സത്യത്തിൽ. അവിടെ രണ്ടൊരു നിപ്പുണ്ട്, വെട്ടത്തിൻ്റെ ഒരു ഇത് പ്രശ്നം ഉണ്ടാകുകൊണ്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കും. ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാണുന്ന ലൈറ്റും കാര്യങ്ങളും കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഇതുപോലെ ഇവിടെ എല്ലായിടത്തും ചെയ്യണം അല്ലേ. ഇവിടുത്തെ എല്ലാ ഫ്ലാറ്റിലും അമ്മമാർ പരിപാടി ആയിരിക്കണം. നമ്മുടെ ദീപാവലി അങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ഇവിടെ എല്ലാം അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സൈക്കിളൊക്കെ ചോട്ടി ആൾക്കാർ പോകുന്നതാണ്. അവിടെയാണ് കേട്ടോ നമ്മൾ വൈകിട്ട് അവിടെ ഇരിക്കണമെന്ന് ചാടി മറിഞ്ഞത്. ആ സ്ഥലം കണ്ട് ആ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ പാർക്ക് പോലെ എന്താ നടക്കുകയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ഗാർഡനാണ്, അവിടെ എല്ലാവരും നടന്ന് അവരുടേതായ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ മധുരം വെപ്പ് സെറ്റപ്പിനുള്ള പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഒരാൾക്കാർ, പിന്നെ കൊടുക്കാനായിട്ടുള്ള ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വേറൊരു ചർച്ചകളും കാര്യമാണ് നടക്കുന്നത്. മധുരം വെപ്പ് ചടങ്ങ് ആരും ഇവിടെ ഇരിപ്പുണ്ട്. പരിപാടി ഇപ്പോൾ തുടങ്ങും. കുടുംബജീവിതം എന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ഈ ലോകത്ത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവം ഫെലോഷിപ്പ് ആഗ്രഹിച്ചിട്ടാണ്. മധുരം വെക്കട്ടെ? എന്തോ മധുരം വെക്കട്ടെ? സപ്തമ മധുരം വെക്കട്ടെ? വെച്ചോ വെച്ചോ. അല്ല, അവള് തന്നെ എടുക്കണം. ആണോ? ശരിയാ. ഗൈസ്, അങ്ങനെ പാട്ടും കൂത്തും കഴിഞ്ഞ് നമ്മൾ ഡെക്കറേഷന്റെ ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യമായി ഒറിജിനൽ പൊടിക്കുന്ന ആർട്ടിഫിഷ്യൽ പൂ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഇതർ രഹിന ഓക്കെ 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 ബന്ദ് കർ ദിയ. अच्छा अच्छा, वो मैं इधर ही करूं? बंगाली करना। Oh, भाई पता नहीं. We are doing the decoration start, okay? गिर गया अभी तो हो जाऊंगा. करेक्ट कर दिया हमने. गाइस है गाइस, भी कर दिया. Look this is ताली वाला. इधर बैठ दो. ताली वाले इधर. ये पुष्प वाला है. देखो हमारे पास हमारा चेची है, बहन
हाँ बलिचुल करो सेलो टैप मिल गया देखो देखो हम होटल करने के लिए जा रहा है कर दिया बहुत अच्छा तेमें उड़ी जा रहे പോലെ नहीं नहीं കത്രിക താഴെ गया ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ രണ്ടുപേരുണ്ട് വേറെ രണ്ടുപേരോട് ഉണ്ടായിരുന്നു ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മളിന്ന് പോണേ യെസ് സഫാരി ഹിയർ ഏടപ്പുറത്തെ ഒരു ഡോമിനോസും അപ്പുറത്തൊരു സബ്വേ ഉണ്ട് കേട്ടോ നമ്മുടെ റൂമിൻ്റെ കാർഡായിട്ട് ചേട്ടനോട് ഇതിപ്പുണ്ട് എല്ലാം ഒന്ന് നോക്കി നടക്കുകയാണ് കാണിച്ചത് കാർഡൊന്ന് കാണിച്ചേ യെസ് ഗൈസ് 311 ഈ 27 ടു നവംബർ 3 ഗുജറാത്തിലുള്ളവർക്ക് വന്നാൽ toonhotels.com വന്നാൽ വി ക്യാൻ മീറ്റ് ഒന്നാം ഞാൻ വീഡിയോ എടുത്തോളൂ എല്ലാവരും ആരും വരാൻ പോണില്ല എന്നാലും നമ്മൾ നമ്മുടെ റൂമിലേക്ക് കയറാണ് കേട്ടോ ലൈറ്റ് ഫാനൊക്കെ ഇട്ട് ശരി ഇല്ലേ വേണോ സോറി ചേട്ടാ